പ്രേക്ഷകരെല്ലാവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയാണ്. ഇതൊരു സാധാരണ പ്രോസസ് മാത്രമാണെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും അത് കോൺഗ്രസ് പാർട്ടി ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് MLA-മാരോട് സംസാരിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു പ്രൊസീജിയറാണ്. അതാണ് ഇന്ന് KPC നടക്കുന്നത്. അതിനിടയിൽ ഇപ്പോഴും ഈ അഭിപ്രായ പ്രകടനങ്ങൾ പല പോയിന്റിൽ വരുന്നുണ്ട്, ഡൽഹിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി ഇപ്പോൾ ഒരു പാർട്ടി ഒരു തമ്പിങ് മെജോറിറ്റിയുടെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങൾ പുറത്തു കേൾക്കും. ആ അഭിപ്രായങ്ങളെല്ലാം നടക്കുന്നതാണെന്നോ ശരിയാണെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ പാർട്ടിയുടെ കൃത്യമായ ഒരു പ്രൊസീജിയറുണ്ട്. അതായത് ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ രാജ്യത്ത് ഉയർന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തതിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയതിന് ഒരു രീതിയുണ്ടല്ലോ. അപ്പം ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നൊരു പാർട്ടി അല്ലല്ലോ. അപ്പോൾ വർഷങ്ങളായി അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതി എന്ന നിലയിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിനൊരു രീതിയുണ്ട്. ആ രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മയുടെ വിജയമെന്ന് നേതാക്കളൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു, മേഡം ഒരു കാര്യം ഏൽപ്പിച്ചു, ആ ജോലി ഞാൻ ഭംഗിയായി തീർന്നു. സത്യമാണല്ലോ. അത് ഓരോ നേതാക്കന്മാർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവുണ്ട്, KPC പ്രസിഡന്റുണ്ട്, UDF കൺവീനർമാരുണ്ട്, പാർട്ടിയുടെ ഭാരവാഹികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാ ഇപ്പൊ ബൂത്ത് പ്രസിഡന്റുമാർ, പാർട്ടിയുടെ ബൂത്ത് സെക്രട്ടറിമാർ, എല്ലാവരും അവരുടെ ജോലിയാണല്ലോ. ആ ജോലി അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വിജയകരമായി പൂർത്തീകരിച്ചു എന്നത് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇതിനിടയിൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള അഭിപ്രായം ഘടകകക്ഷികളുടെ അഭിപ്രായം ഉൾപ്പെടെ തേടുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം തന്നെ കോൺഗ്രസിനൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമായി രൂപീകരിക്കപ്പെട്ട തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടി അധികാരത്തിൽ വരുന്നു. അവർ ആദ്യമായി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്. അപ്പോൾ അവരുടെ രീതികൾക്കൊരു പുതുമയുണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ രാജ്യത്ത് ഉയർന്നു വന്ന പാർട്ടി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്തും അധികാരത്തിൽ നിന്ന പാർട്ടി, അതിന്റെ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ, അതിന്റെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ വർഷങ്ങളായി പിന്തുടരുന്ന ഒരു രീതിയെ, അതിൽ എന്താണ് പുതുമ?